ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കാത്തിരുന്നിട്ട് ഞങ്ങളൊരു മൂന്നാർ ട്രിപ്പ് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളുടെ ഹൈലൈറ്റ്സ് ആണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നീട് വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, നമ്മളതൊരു പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ മൂന്നാർ യാത്രയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ മഴ നമ്മളെ ചതിക്കുമെന്ന് പേടിച്ചു കേട്ടോ. കാലത്ത് തന്നെ നമ്മളൊരു 4 മണി 4:30 എണീറ്റിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണി ആയിട്ടുണ്ടാവും നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടാനായിട്ട്. ഫുള്ള് മഴയായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ട്രിപ്പ് കൊളാവുമെന്ന് പേടിച്ചിട്ടാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തതല്ലേ, രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഞാനും ചേട്ടനും പിള്ളേരും പിന്നെ നാത്തൂനും മോനുമാണ് കേട്ടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ ഒരുവിധം യാത്ര ഇങ്ങനെ പുറപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കുറേശ്ശെ മഴയൊക്കെ കിട്ടിയെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അവിടെ എത്തിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ കണ്ണിന് കുളിർമ നൽകുന്ന നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലച്ചും ശ്രീകുട്ടനൊന്നും അധികമൊന്നും പുറത്തേക്കൊന്നും പോയിട്ടില്ല, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ സത്യത്തിൽ മൂന്നാർ കറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദിവസം മൊത്തം അങ്ങോട്ട് കറങ്ങിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുലർച്ചെ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഉച്ചയോട് കൂടിയിട്ടൊക്കെ അവിടെ എത്തും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസമൊക്കെ ഒന്ന് പുറത്തേക്കൊന്ന് പോയി അടിച്ച് പൊളിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കംപ്ലീറ്റ് അങ്ങോട്ട് പ്രകടം മറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്നാറിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കണ്ട ഒരു സ്ഥലമാണ് അത്. നമ്മുടെ നല്ല വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് നേരം ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. ഇനി നമ്മൾ താമസിക്കുന്ന ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ നമ്മളുടെ പരിചയക്കാർ ഒരു റൂമൊക്കെ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തപ്പിക്കൊണ്ടിട്ടുള്ള യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാർ എന്താ പറയുക ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ് ഈ ഒരു താമസിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നില്ല. ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴേക്കും സമയം ഒരുപാട് അങ്ങോട്ട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അത് നമ്മുടെ ഹോട്ടലിന് തൊട്ടടുത്തുള്ള ഒരു കയറിയത് ഒരു ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ കയറിയത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം അതിന് തൊട്ട് താഴെ നമ്മുടെ ഈ ഒരു തേയിലത്തോട്ടം നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഇറങ്ങി നമ്മളൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം വീഡിയോ ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ചിലപ്പം നമുക്കിനി ഇങ്ങനെയൊരു എന്താ പറയുക അവസരം ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു സമയത്ത് വന്നത്. സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ അവിടേക്ക്. അപ്പോൾ പോരുന്ന വഴിയിൽ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ റൂം അന്വേഷിച്ച് നടക്കണതിൻ്റെ ഒരു ധൃതിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം കേട്ടോ. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് മൂന്നാറിലുള്ള ഏതോ ഒരു ഹോട്ടലിലാണ്. കുറച്ചധികം ദൂരം പോകാനുണ്ടായിരുന്നു. ഇവിടെ പർപ്പിൾ എന്ന് പറയുന്ന ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ പറഞ്ഞോളൂ. അപ്പോൾ ഞങ്ങൾ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ വന്നതാണ് കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ. അടിപൊളി വ്യൂ ആണ്, നല്ലതാണ്. ഫുഡ് ലച്ചൊക്കെ ഉണ്ടല്ലേ തണുത്ത് ഇതാണ് നമ്മുടെ തേയിലച്ചെടി. ചായപ്പൊടി ഉണ്ടാക്കുന്ന മുകളിൽ 2 കുരങ്ങന്മാർ.
അപ്പോഴേക്കും ക്യാമറ ഓഫായ കാരണം അത് കാണിക്കാൻ പറ്റിയില്ല. അത് മണ്ണ് ഡ്രസ് ചെയ്താ അടിപൊളി മണ്ണ്. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് തേയിലത്തോട്ടത്തിൽ നിന്ന് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചൊവ്വനും ജയിലൊന്നും നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. ഒരു കുഞ്ഞൊരു വഴിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഇറക്കാണ്, ആകെ കല്ലും കട്ടയൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ ഇറങ്ങും കയറൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ കയറുന്നതിൻ്റെ ഇടയിൽ ഒന്ന് കാല് തട്ടി ഞാനൊന്നും വീണായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് നടന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഹോം മെയ്ഡ് ചോക്ലേറ്റാണ് ഉള്ളത് കേട്ടോ. പലതരത്തിലുള്ള ചോക്ലേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ നല്ല റേറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തു വെച്ചെങ്കിൽ 100 രൂപയ്ക്ക് എല്ലാം കൂടി മിക്സായിട്ട് നമ്മൾക്ക് വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ സ്പൈസസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. നല്ല ഗ്രാമ്പും ഏലക്കായും പട്ടയും ഒക്കെ ഒരുപാട് ഈ ഒരു ഭാഗത്ത് കടകളിലുണ്ട്. പക്ഷെ അതിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ അവിടെ കയറി നമ്മൾ അതൊക്കെ കണ്ടു. പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ വീടിൻ്റെ ചുമരിൻ്റെ മുകളിലൊക്കെ വയ്ക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ടാണ്, മിക്സഡ് ചോക്ലേറ്റാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാവരും കൂടി കഴിച്ചു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളിത് അവിടെ ഒരു പൂവ് കണ്ടത് കേട്ടോ. കാരണം ഞങ്ങൾ വരുന്ന വഴിയിൽ മൊത്തം ഇത് കണ്ടിട്ട് ഞാൻ നോട്ട് ചെയ്തതായിരുന്നു കേട്ടോ. നമ്മളെല്ലാ മതിലിൻ്റെ മുകളിലും കാട്ടിലും എന്തെങ്കിലും റോഡ് സൈഡിലും ഒക്കെ ഈ ഒരു പൂവുണ്ടായിരുന്നു കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെടിയുടെ മുകളിൽ തന്നെ 2 കളറായിട്ടാണ് ഈ ഒരു പൂവ് കണ്ടത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വരുന്ന സമയത്ത് നമുക്കതൊന്ന് പറിച്ചു കൊണ്ടുവരണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അത് മറന്നുപോയി. വരുന്ന സമയത്ത് ഒരു ചട്ടിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ആ ഒരു പൂവിൻ്റെ അവിടെയൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തു. അപ്പോൾ റോഡ് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിൽ ഇറങ്ങണ വഴിയിൽ തന്നെ അവിടുത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അട്ടുണ്ടാവും സൂക്ഷിക്കുകയാണ്. അപ്പോൾ അതൊരു പേടിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇറങ്ങിച്ചെന്നത്. റൂമിലെത്തിയിട്ട് എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ എൻ്റെ കാലുമത് അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒഴിവാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.